ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കിട്ട് ഒന്ന് വന്നതാണേ. കുറേ ദിവസമായിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് അമ്മ വിളിക്കുന്നേ. അപ്പോൾ ചെന്നപ്പോൾ അമ്മ കുരുമുളകൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നാക്കിയിട്ട് വെയിലൊക്കെ പോകുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് വിരിച്ചിടാനായിട്ട് ടെറസിന് മുകളിൽ കയറിയതാണ്. ഇപ്പോൾ ഒരു കയറ്റത്തിന് മുകളാണ് വീടുള്ളത്. അതുകൊണ്ട് താഴോട്ട് നല്ല കാഴ്ചകളാണ് കാണാനൊക്കെ ആയിട്ട്, നല്ല ഭംഗിയാണ്. ഇപ്പോൾ പുറകോട്ട് കുറച്ച് കാടൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല ക്ലൈമറ്റാണ്, തണുപ്പാണ് കേട്ടോ. പിന്നെ കുരുമുളക് ഉണക്കിയിട്ട് വേണം കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വിർജിൻ കോക്കനട്ട് ഓയിൽ, അതുണ്ടാക്കാനായിട്ട് അമ്മ കുറച്ചായിട്ട് പറയുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. പ്രസവിച്ച സമയത്തൊക്കെ മോന് സ്ഥിരം ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്യാറ്. ജനിച്ച സമയത്തൊക്കെ തലയിലും ദേഹത്തും ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ജോലിക്ക് പോക്കും ഒക്കെ ആയപ്പോൾ പിന്നെ മടിയായി കേട്ടോ. അങ്ങനെ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ്, ആട്ടിയ വെളിച്ചെണ്ണയാണ് തേക്കാറ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ പണ്ട് ആരോ തന്നപ്പോൾ ഒരു കുരുമുളകിൻ്റെ വള്ളി മാവിൻ്റെ ചുവട്ടിൽ കുഴിച്ച് വെച്ചതാണ്. ആ വള്ളി ഇപ്പം നല്ലോണം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ ഇതിൽ മാവിൻ്റെ മുകളിൽ തന്നെ നല്ല വിളവ് കിട്ടുന്നുണ്ട്. ബാക്കിയൊന്നും അത്ര ഇല്ല, ഇതിന്നാണ് കേട്ടോ. പിന്നെ കുറേ വേരുള്ള ശാഖകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട് പറമ്പിൽ, വീട്ടിലെ പറമ്പിൽ കൊണ്ടുപോയി. പിന്നെ കുരുമുളക് ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ കുറച്ച് പറിക്കാനായിട്ട്. പക്ഷേ പണ്ടൊക്കെ ഉണ്ടാകുന്ന കുറേ ഉണ്ടാവാറുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറമ്പിലൊക്കെ എല്ലാ കാവിൻ്റെ മുകളിലും കുരുമുളക് കൃഷി ഉണ്ടായിരുന്നേ. അപ്പം നല്ല വിളവ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ചൊക്കെ എടുത്ത് ഇവിടുത്തെ കുറച്ച് വള്ളിയൊക്കെ നല്ലത് നോക്കിയിട്ട് വെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പം 2018 വെള്ളപ്പൊക്കത്തിൽ പോയതാണ് കേട്ടോ കുരുമുളക് വള്ളിയൊക്കെ. അപ്പോൾ ഈ വെള്ളം നിൽക്കുമ്പോഴേക്കും ഇത് ചീഞ്ഞു പോകുക. അപ്പം അങ്ങനെ വരാതെ നോക്കണം ഇനി. എല്ലാ വർഷവും ഇപ്പം കയറുന്നുണ്ട് അതിന് ശേഷം. എന്നാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിടിച്ച് കിട്ടിയ സക്സസ് ആയാൽ ഞാൻ കുറേ കവുങ്ങുള്ളതുകൊണ്ടേ അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമാണ്. അങ്ങനെ അമ്മ തേങ്ങയൊക്കെ ചിരവിട്ടോ, ഒരു 10 തേങ്ങ ചിരവിയിട്ടുണ്ടാവും. ഞാനോട് കൂടിയിട്ട് ചിരവെടുത്തു, പാല് പിഴിഞ്ഞെടുത്തേ. അങ്ങനെ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചത്. അടുപ്പിന് മുകളിൽ ചോറും കറിയൊക്കെ വെച്ചതിനെ കൊണ്ട് ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചത്. അപ്പോൾ ഒന്ന് കണ്ണെറ്റിയപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിപ്പോയിട്ടോ. സമയം എടുത്തു. ഞങ്ങളിത് വെളിച്ചെണ്ണ ആവോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിട്ടോ. ഇത് വറ്റി വരുന്നത് കണ്ടപ്പോൾ സംശയം, 10 തേങ്ങ എടുത്തിട്ടും കാണാനില്ലല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ചു. പക്ഷേ ആയി വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ചെറിയ കുപ്പിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുപ്പി അമ്മയ്ക്ക് കൊടുക്കാനും ഒന്ന് എനിക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കില്ല, എനിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പം മോന് കാര്യമായിട്ട് ഉപയോഗിക്കാനാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ അടുക്കയുടെ പുറകെയാണ്. ഇപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അടക്ക ഇരുന്ന് പൊളിക്കുന്ന അവസ്ഥയാണ്. ഞാൻ കുറച്ച് പാലൊക്കെ പണി കഴിഞ്ഞാൽ ഇത് പൊളിച്ചിരിക്കും. പിന്നെ രാവിലെ ഏട്ടൻ നീട്ടിട്ട് ഇത് പൊളിക്കും, അല്ലെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട് പൊളിക്കും. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ആ പണി തന്നെയാണ്. ഇവിടുന്ന് പോയിട്ട് വേണം കുറച്ചുകൂടി ചെയ്യാൻ. വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് അടക്ക പൊളിക്കുന്ന പണി കേട്ടോ. കുറച്ച് മെനക്കെട്ട പണിയാണ്. കുറേ ചീഞ്ഞ് പോയിട്ട് ഇത്തവണ. കാരണം അച്ഛൻ്റെ ആ ഒരു മരിച്ച സമയത്തൊക്കെ ആയിരുന്നു. അച്ഛനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് അടക്ക ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ. പിന്നെ ഈ ബഹളവും തിരക്കൊക്കെ കഴിയണമല്ലോ ഉണക്കിയെടുക്കണമെങ്കിൽ. അപ്പം നമ്മൾ ആ മനസ്സിലേക്ക് ആയി വരുമ്പോഴേക്കും ഈ അടക്കൊക്കെ ഒരുവിധം ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് ഉണക്കിയെടുത്ത് അത് പൊളിച്ച് നോക്കുമ്പോൾ കുറേ കേടൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേർതിരിക്കണം, പഴയതും പുതിയതൊക്കെ ആയിട്ട് വേർതിരിച്ചിട്ട് കൊടുക്കണം. ആ പണിയിലാണ് ഞാൻ. കുറച്ച് അടക്ക പൊളിക്കുന്ന നേരം കൊണ്ട് ഏട്ടനും മോനും കൂടി കുരുമുളക് വള്ളികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വേരുള്ളതും വേരില്ലാത്തതൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കവറിലാക്കി കുഴിച്ചിട്ടു. വേരുള്ളത് നേരിട്ട് പറമ്പ് കൊണ്ടുപോയി കുഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടക്കപ്പണിയും എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഇത് കുഴിച്ചിടണം, ജാതിക്ക പെറുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. വിറകൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഓരോരോ ട്രിപ്പായിട്ട് വിറക് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വിറകൊക്കെ ശേഖരിച്ച് വെക്കാറുണ്ട്. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിൽ ഓട്ടോ വിളിച്ചിട്ട് അതിൽ കൊണ്ടുവരാറാണ്. അപ്പോൾ ഞങ്ങൾ പറമ്പിലെത്തിയിട്ടോ. പറമ്പിലെത്തിയപ്പോൾ കുരുമുളക് വള്ളിയൊക്കെ കുഴിച്ചിട്ടു. നോക്കിയപ്പം മുട്ടപ്പഴം അല്ലേ, നമ്മൾ എഗ് ഫ്രൂട്ട്, അതിൽ 2 എണ്ണം പഴുത്തെടുക്കുന്നത് കണ്ടിട്ടോ. ഒന്ന് ഞങ്ങൾക്ക് എത്താത്ത ദൂരത്തായിരുന്നേ, വേറെ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നേ. ആ 2 എണ്ണം ഞങ്ങൾ കൊക്കിയിട്ട് വലിച്ചേ. അങ്ങനെ ഈ മുട്ടപ്പഴം അച്ഛൻ, ഞാൻ വന്ന സമയത്തൊക്കെ അച്ഛൻ എനിക്ക് കൊണ്ടുതരുമായിരുന്നേ. പിന്നെ അച്ഛന് ഇതൊന്നും കൊക്കിയിട്ട് വലിച്ചെടുക്കാനൊന്നും പറ്റാണ്ടേ. അങ്ങനെ അച്ഛൻ അങ്ങനെ കൊണ്ടുവരാറില്ല, വീണാലെടുത്ത് കൊണ്ടുവരേ. വേറെ ആരും കഴിക്കില്ല. ഇത് ഉണ്ടായ സമയം മുതൽ എനിക്കാണ് അച്ഛൻ കൊണ്ടുതരാറെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വെറുതെ കളയുന്നൊരു സാധനമാണ് നമ്മളെ ലൗലോലിക്ക. ഞാൻ വന്ന സമയത്ത് ഇതിനെന്താ പേരെന്ന് പോലും പറയാൻ അറിയില്ലായിരുന്നേ. വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ
ഒക്കെ കണ്ട് ആണ് റീൽസും ഷോർട്സൊക്കെ കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ലോലോലിക്കാണെന്ന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണെന്നൊക്കെ. അങ്ങനെ ഞാൻ വന്ന സമയത്ത് ഇത് കുറച്ചൊക്കെ എടുത്തിട്ട് നെല്ലിക്ക ഉപ്പിലിടും, അച്ചാറൊക്കെ ഇടുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറച്ചത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിലിടാനായിട്ട്. കേടുള്ളതൊക്കെ ഉണ്ട്, കുറേ മരത്തിൻ്റെ ചുവട്ടിൽ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഏട്ടനെ ഷോപ്പിൽ നിന്ന് കുറച്ച് പേര് വന്ന് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. ഇത് കുറച്ച് ഉപ്പിലിട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിന് കൂടെ കാന്താരി മുളകോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വെള്ള കാന്താരിയോ ഒക്കെ ഇട്ടിട്ട് ഉപ്പിലിടണം. അതും കൂട്ടിയിട്ട് ചോറിന് കഴിക്കാൻ പൊളിയായിരിക്കും. പിന്നെ മുളക് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പറിച്ചെടുത്താണേ. കുറച്ച് ഉപ്പിലിടാനുള്ള പരിപാടി കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഉപ്പിലിടലും ചോറ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം മോനെയും കൊണ്ട് നമ്മൾ പുഞ്ചയിൽ പോകാമെന്ന് പോകണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുളിച്ച് കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴാണ് പറമ്പിൽ ആ കുരുമുളകിൻ്റെ ഓർമ്മ വന്നേ. പഴുത്ത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിളികൾക്ക് കൊത്തുന്നതിന് മുന്നേ ഞാനതൊക്കെ പറിച്ചെടുത്തു. ഇനി ബാക്കിയുള്ള പറമ്പിലുള്ളതും കൂടി പറിച്ചെടുത്തിട്ട് ഉണക്കാൻ വെക്കണം. ഇത് നമ്മളെ വീട്ടിലുള്ള കുരുമുളകാണ്. ഇനി പറമ്പിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കാനായിട്ടുണ്ട്. അത് വേറൊരു ദിവസം പറിച്ചിട്ട് ഒരുമിച്ച് ഉണക്കാൻ വെക്കണം. അങ്ങനെ ഞങ്ങൾ പുഞ്ചയിലേക്ക് വന്നേ. പുഞ്ചയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. നെല്ലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് കൃഷിയാണേ, പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് ഒരുപാട്. ഇത്തവണ കക്കിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഇവിടെ തന്നെ കച്ചവടമൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങാറുമുണ്ട്. ഈ മഞ്ഞുകാലത്തൊക്കെ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങിയാൽ നല്ല ഭംഗിയാണ്. ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ ചുറ്റും മഞ്ഞൊക്കെ ആയിട്ട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയുണ്ട്. ഇതിന് നടുക്കുള്ള ആ മരത്തിൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. വരുന്ന സമയത്തൊക്കെ ഇവിടെ മഴയും വെള്ളമൊക്കെ ആയിരിക്കും. അതിൻ്റെ അടുത്തൊരു തോടുണ്ട് കേട്ടോ. ആ തോടിൻ്റെ അടുത്ത് കൂടെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ആ തോട് ഇപ്പം വറ്റിക്കെടുക്കുകയാണേ, വേനലൊക്കെ അല്ലേ. അപ്പം മഴയത്തൊക്കെ അതിൽ ഒരു 2-3 മഴ കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ആവും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ആ സമയത്തൊക്കെ ഇവിടെ കാടായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാറില്ലേ. നല്ല സൂര്യാസ്തമയമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചുവന്ന സൂര്യനൊക്കെ കണ്ട് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ആ മരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരുന്നു കേട്ടോ, കാറ്റ് കണ്ടിട്ട്. ഈ വഴിക്ക് അങ്ങനെ വരാനുള്ള സമയമൊന്നും കിട്ടാറില്ല, ജോലിക്ക് പോകുന്നതുകൊണ്ട്. ഇപ്പോഴാണ് ഫ്രീ ആയത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മളെ ജീവിതത്തിൽ കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കണം അല്ലേ. അങ്ങനെ ആകുമ്പോഴേ നമ്മളെ ജീവിതത്തിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ഇരുന്ന് പോയാൽ മനസ്സിന് തന്നെ ആകെ താളം തെറ്റിയൊരവസ്ഥയിലാക്കിയാണ് പോവുക. ജോലിക്ക് പോകുന്നവരായാലും അതേ അവസ്ഥ തന്നെ. അവിടുത്തെ പ്രഷറും എല്ലാം കൂടി ആയിട്ട് ഞാൻ ജോലി നിർത്തിയ സമയത്ത് എനിക്ക് എന്തോ സ്വാതന്ത്ര്യം കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. രാവിലത്തെ ആ സൂര്യ ഉദിക്കുന്ന ആ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്കായിരുന്നു. ചിലർ പറയല്ലേ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാന്നൊക്കെ, അതുപോലെ ആയിട്ടുണ്ടായിരുന്നേ. നാട്ടിൽ തെറയും ഉത്സവമൊക്കെ ആവുന്ന സമയത്ത് ആദ്യം വരുന്നൊരു തെറയാണ് ഈ പുഞ്ചേൻ്റെ ഓരം പിടിച്ചിട്ട് നടന്നാൽ ആ അമ്പലത്തിലെത്തുവേ. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോവാറ്. എല്ലാ വർഷവും പോവാറുണ്ട്. ഇത്തവണ പോയില്ല. അച്ഛന് എല്ലാ സന്തോഷവും അച്ഛൻ കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ രാത്രി പോകുന്നത് നല്ല രസമാട്ടോ കാണാനായിട്ട്. കാട്ടുചെമ്പകവും പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. ഇനി രാവിലെ കൊണ്ടുപോയിട്ട് കൊടുക്കണം അടക്ക. അപ്പോൾ എല്ലാം വേർതിരിച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. കുറച്ച് ദിവസത്തെ ജോലി തീർത്ത സന്തോഷം